Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. താൻ പ്രണയിച്ചത് പുരുഷനെയോ സ്ത്രീയെയോ അല്ലെന്നും മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ ആണെന്നും പരിസ്ഥിതി പ്രവർത്തകയായ ദയാബായി ആലുവ UC കോളേജിൽ ശതാബ്ദി പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ദയാബായി. ഞാൻ ഒരു പുരുഷനെയോ സ്ത്രീയോ അല്ല പ്രണയിച്ചത്. 3 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ 2 ഇരട്ടകള്, ഞാൻ കൂടുതലും പപ്പായുടെ മടിയിലിരുന്ന് കഥകൾ കേട്ടിട്ടായിരുന്നു ഉറങ്ങുന്നത്. ഒത്തിരി കഥ പറഞ്ഞുകൂടെ ഗാന്ധിയപ്പൂപ്പൻ്റെ കഥ പറഞ്ഞു. ഈ ഗാന്ധിയപ്പൂപ്പൻ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു മുണ്ട് കൊടുത്ത് ഒരു പോപ്പും പുതച്ച് തടി കൊണ്ടുള്ള ചെരുപ്പും ഇട്ട്, അതറിയാൻ എളുപ്പമായിരുന്നു, കാരണം വീട്ടിലുണ്ടായിരുന്നു. പപ്പ ശരിക്കും ഒരു ഗാന്ധിയനായിരുന്നു. കുറേ നാൾ ജയിലിലും ഒക്കെ കിടന്ന, അപ്പം അത് യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ഈ വടിയും കുത്തി മനുഷ്യരുടെ ഇടയിലേക്ക് നടന്നു മറയുന്ന ആ ചിത്രം, ഞാൻ പ്രണയിച്ചത് അങ്ങനെ ഒരു ജീവിതമാണ്. വലിച്ചൂരി എറിഞ്ഞിട്ട് എവിടെയോ പോയി ഇഴുകിച്ചേരുന്ന ജീവിതം. അതിന് രൂപം കൊടുത്തത് പിന്നെ റാണി ലക്ഷ്മിബായിയുടെ ചരിത്രം. അന്ന് ഓർത്ത ഒരു കുതിര, ഞാൻ പൊട്ടിയും കൂടെയാണ്, ഒരു കുതിര 3ാം ക്ലാസ്സിൽ ഈ സ്ത്രീയെ, കുട്ടിയെ പുറത്ത് കെട്ടിയിട്ട് കുതിരപ്പുറത്ത് കയറി ഗ്രാമങ്ങൾ തോറും നടന്ന് സ്ത്രീകളെ ഒന്നിച്ചു കൂട്ടി ഇംഗ്ലീഷുകാർക്കെതിരായി. അന്ന് ഞാൻ ഈ പൊട്ടിപ്പെണ്ണോർത്ത് ഒരു കുതിര കിട്ടിയാലെല്ലാവരും. അന്ന് പോയിട്ട് പപ്പ വന്നപ്പം, പപ്പ എനിക്കൊരു കുതിര വേണം. അന്ന് എനിക്കൊരു ചലഞ്ച് ഇട്ട് തന്നത്, നീ അവരെ പോലെ ആകും. ഐ ഡിഡ്ന്റ് നോ ഹൗ, പക്ഷെ അത് സാധിച്ചു. എൻ്റെ ഈ മധ്യപ്രദേശിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പലയിടത്തും കുതിര കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒരു കുതിര മേടിക്കും. കുതിരപ്പുറത്ത് അവിടെ അങ്ങനെ അധികം ബസ്സും റോഡും എന്നുള്ള സ്ഥലമല്ലായിരുന്നു, കാടുകളിൽ കൂടെയുള്ള നടപ്പൊക്കെ. ഞാനും ഒരു കുതിര മേടിക്കും. പക്ഷെ ഒരു ഫാദർ ഫിഗർ, എൻ്റെ ഒരു മെൻറ്ററായിട്ടുള്ള ഒരു ബിഷപ്പ് എന്നെ എപ്പോഴും എൻകറേജ് ചെയ്യുന്നു, ഗോ ഹെഡ് എന്ന് പറഞ്ഞിരുന്ന ഒരാൾ. അപ്പോൾ ഐ ഗിവ് യു എ ബർത്ത്ഡേ പ്രസൻറ്റ്, യു ഫൈൻഡ് എ ഹോഴ്സ്, ഐ ഗിവ് യു ദ മണി. അങ്ങനെ ഒരു കുതിര കിട്ടി. 35 വർഷം ഞാൻ കുതിരയും കൊണ്ട് അവിടെ നടന്നത്. 5 തലമുറ കുതിര. അങ്ങനെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശരിക്കും തീവ്രമായിട്ട് പ്രണയിച്ചാൽ, ആഗ്രഹിച്ചാൽ, മോഹിച്ചാൽ അത് സാധിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവരൊക്കെ അങ്ങനെ എവിടെയൊക്കെയോ എന്തൊക്കെയോ മനസ്സിൽ കണ്ടത് എത്തിപ്പിടിച്ചതാണെന്ന്. ചുമ്മാതൊന്നും ഇത് വരികയില്ല. അപ്പോൾ നമ്മളുടെ എനർജിയും മറ്റുള്ളവരുടെ എനർജിയും ഈ ഉപ്പറവാല എല്ലാം കൂടെ അതിലേക്ക് വരും.